Hello dear children, how are you all? Welcome back to SS Online class. Are you ready to listen class? Today we can start our term 2 book. Okay, chapter 1, The Colorful North. നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ പ്രശസ്തിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചാപ്റ്റർ നെയിം എന്താ? ദ കളർഫുൾ നോർത്ത്. ഒരുപാട് ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ നോർത്ത്. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ടഡ്. Rearrange the letters to get the names of some cities. Write them on the blanks. Also write the name of the state or union territory each city is in. അപ്പോൾ താഴെന്താ കറക്റ്റ് അല്ലാത്ത കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ സം സിറ്റീസിന്റെ നെയിംസ് ഒക്കെ കിട്ടും അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുക. Then എന്ത് ചെയ്താ? ആൾസോ റൈറ്റ് ദ നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിറ്ററി ഈച്ച് സിറ്റി ഈസ് ഇൻ. അപ്പൊ ഓരോ സിറ്റിയിലും എവിടെയാണോ ഉള്ളത് അത് ഏത് സ്റ്റേറ്റിലാണെങ്കിൽ സ്റ്റേറ്റ് എഴുതുക, അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി ആണെങ്കിൽ യൂണിയൻ ടെറിറ്ററി എഴുതി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഏതാണോ എഴുതുക, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് RIAGSNAR ശ്രീനഗർ. സെക്കൻഡ് ചണ്ഡീഗഡ്. തേർഡ് ലക്നൗ. ഫോർത്ത് പട്ന. ഇതാണ് കറക്റ്റ് ഓർഡറിൽ വരുമ്പോൾ വരിക. അത് ഏത് സ്റ്റേറ്റ് ആണോ യൂണിയൻ ടെറിറ്ററി ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, ദെൻ സ്റ്റാർട്ട് അവർ ലെസൺ. There are many big cities in India. ഇന്ത്യയിൽ എന്തുണ്ട്? ഒരുപാട് വലിയ സിറ്റികൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. In this lesson, we will read about some cities in North India. അപ്പൊ ഈ ലെസണിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്? നോർത്ത് ഇന്ത്യയിലുള്ള കുറച്ച് സിറ്റീസിനെ കുറിച്ചിട്ടാണ് ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. See map 5.1 and locate the cities. മാപ്പ് 5.1 സിറ്റീസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് എന്താ? സ്റ്റേറ്റ് ഏതാ? ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ. അവിടെയുള്ള സിറ്റീസ് ഏതൊക്കെ? ശ്രീനഗർ, ചണ്ഡീഗഡ്, ന്യൂഡൽഹി, ലക്നൗ, പട്ന. ഈ സിറ്റീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിറ്റി ഡൽഹി സിറ്റിയാണ്. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. അപ്പൊ എവിടെയാണ് ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഡൽഹി സ്ഥിതി ചെയ്യുന്നത് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. യമുന നദിയുടെ തീരത്താണ് ഡൽഹി സിറ്റി നിലനിൽക്കുന്നത്. The official name of Delhi is National Capital Territory of Delhi. അപ്പൊ ഡൽഹിയുടെ ഒഫീഷ്യൽ നെയിം എന്താ? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, NCT. അതാണ് NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്നാണ് ഡൽഹിയുടെ ഒഫീഷ്യൽ നെയിം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് NCT, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയുടെ ക്യാപിറ്റൽ എവിടെയാണ്? തലസ്ഥാനം ഡൽഹിയാണ് തലസ്ഥാനം. ന്യൂ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യ ഈസ് അവർ കൺട്രി അല്ലേ? നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ക്യാപിറ്റൽ എവിടെയാണ്? ന്യൂ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ദ സിറ്റി വാസ് പ്ലാൻഡ് ബൈ സർ എഡ്വിൻ ലുട്യൻസ്. ഈ ഡൽഹി എന്നുള്ള സിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത് ആരാണ്? സർ എഡ്വിൻ ലുട്യൻസ്. ഡൽഹി ഷെയർസ് ഇറ്റ്സ് ബോർഡർ വിത്ത് ഉത്തർപ്രദേശ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് വിത്ത് ഹരിയാന ഓൺ ദി അതർ 3 സൈഡ്സ്. ഡൽഹിയുടെ 4 സൈഡ് ഉണ്ടാവില്ല, 4 സൈഡും ഓരോ സ്റ്റേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോർഡർ പങ്കിടുന്നുണ്ട്, അതിർത്തി പങ്കിടുന്നുണ്ട്. ഡൽഹി ഓരോ സ്റ്റേറ്റുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഏതാ? ഉത്തർപ്രദേശുമായിട്ട് ഈസ്റ്റ് ഭാഗം, ഡൽഹിയുടെ ഈസ്റ്റ് ഭാഗം ഉത്തർപ്രദേശും ബാക്കി 3 സൈഡ് ഹരിയാന ആയിട്ടാണ്
ബോർഡർ വരുന്നത്. ഓക്കെ, ദെൻ ദ ക്ലൈമറ്റ് ഇൻ ഡൽഹി. ഡൽഹിയിലെ ക്ലൈമറ്റ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഡൽഹി ഈസ് വെരി ഹോട്ട് ഇൻ സമ്മർ ആൻഡ് വെരി കോൾഡ് ഇൻ വിന്റർ. ഡൽഹിയിലെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഡൽഹി ഈസ് വെരി ഹോട്ട് ഇൻ സമ്മർ, നല്ല ചൂടാണ്. സമ്മർ സീസണിൽ നല്ല ചൂടാണ്. ആൻഡ് വെരി കോൾഡ് ഇൻ വിന്റർ, വിന്റർ സീസണിലോ നല്ല തണുപ്പുമാണ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നത്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് എന്താണ്? നല്ല ചൂടുള്ള വരണ്ട കാറ്റുകൾ വീശുന്നുണ്ട്. എന്താണ്? കോൾഡ് ലൂ. ലൂ എന്ന പേരിലുള്ള നല്ല വരണ്ട കാറ്റുകൾ ഡൽഹിയിൽ വീശുന്നുണ്ട്. ബ്ലോ ഇൻ മെയ് ആൻഡ് ജൂൺ. ഈ കാറ്റ് വീശുന്നത് എപ്പോഴാണ്? മെയ് ജൂൺ മാസങ്ങളിലാണ്. ഇറ്റ്സ് റെയിൻസ് ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. റെയിൻ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് അറിയോ? ജൂലൈ ആൻഡ് സെപ്റ്റംബർ, ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ജൂലൈ മാസത്തിന്റെയും സെപ്റ്റംബർ മാസത്തിന്റെയും ഇടയിലായിട്ടാണ് റെയിന് ഉണ്ടാവുന്നത്. അപ്പൊ ഡൽഹിയിലെ ക്ലൈമറ്റ് സമ്മറിൽ നല്ല ഹോട്ടും വിന്ററിൽ നല്ല കോൾഡും ആണ്. ദെൻ ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ നെയിമാണ് ലൂ. ആ വിൻഡ് ഉണ്ടാവുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. പിന്നെ റെയിൻ ഉണ്ടാവുന്നത് ബിറ്റ്വീൻ ജൂലൈ ആൻഡ് സെപ്റ്റംബർ. ജൂലൈ ടു സെപ്റ്റംബർ മാസങ്ങൾക്ക് ഇടയിലാണ് റെയിൻ, മഴ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഗവൺമെന്റ് ഇൻ ഡൽഹി. The main offices of the government of India are located in New Delhi. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരുപാട് ഓഫീസുകളൊക്കെ എവിടെയാണുള്ളത്? ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഒരുപാട് ഓഫീസുകൾ ഉള്ളത്. ദ ഹയസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഈസ് ആൾസോ ഹെർ. നമുക്കെന്താ, നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കുമല്ലോ, നമുക്ക് ഗവൺമെന്റിനും നമ്മുടെ ഇന്ത്യയിലുള്ള പീപ്പിളിനും വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്ന ബോഡി ഉള്ളത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ദ പാർലമെന്റ്. അതിന് നിയമങ്ങൾ ഉണ്ടാക്കുന്ന ബോഡി എന്താണ് വിളിക്കുക നമ്മള്? ലോ മേക്കിംഗ് ബോഡി. എന്താ വിളിക്കുക? പാർലമെന്റ്. അപ്പൊ നമ്മുടെ പാർലമെന്റ് എവിടെയാണുള്ളത്? ന്യൂഡൽഹി. The government of the other countries also have their office in Delhi. ഇപ്പൊ എന്താ, വേറെ കൺട്രീസ് ഉണ്ടല്ലോ, ഇപ്പൊ ദുബായ്, സൗദി അറേബ്യ, അമേരിക്ക, അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലോ, മറ്റു രാജ്യങ്ങള്. അവരുടെ ഓഫീസുകളൊക്കെ എവിടെ ഉണ്ട്? ന്യൂഡൽഹിയിൽ ഉണ്ട്. അവരുടെ ഓരോ രാജ്യത്തിന്റെയും ഓഫീസുകളുണ്ട്. There are known as embassies or high commissions. അപ്പൊ വേറെ രാജ്യങ്ങളുടെ ഓഫീസുകളെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? എംബസീസ്, എംബസികൾ എന്ന് പറയും. അതുപോലെ ഓർ ഹൈ കമ്മീഷൻസ്, എംബസീസ് എന്നും ഹൈ കമ്മീഷൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഡൽഹി സിറ്റി ഡിസ്കസ് ചെയ്തു, ഡൽഹിയിലെ ക്ലൈമറ്റ് പറഞ്ഞു, ദെൻ ഡൽഹിയിലെ ഗവൺമെന്റ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് പീപ്പിൾ. ഡൽഹിയിലെ പീപ്പിൾ ആണ്. ഇൻ ഡൽഹി വൺ ക്യാൻ മീറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. ഡൽഹിയിൽ എന്താണ്? ഒരു രാജ്യത്ത്, ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകൾ എവിടെ താമസിക്കുന്നുണ്ട്? ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. ദേ ലിവ് ആൻഡ് വർക്ക് ഹിയർ. എന്തിനാണ് അവർ ജീവിക്കുന്നതും അവർ വർക്ക് ചെയ്യുന്നതും ഒക്കെ അവിടെയാണ്. അപ്പൊ എന്താ, ചില ആളുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി ഡൽഹിയിൽ പോകുന്നവരുണ്ട്. ചില ആളുകളോ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ഡൽഹിയിൽ ഒരു ഡിഫറെന്റ് ഏരിയയിലുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ദേ സ്പീക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്. ഒരുപാട് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഡിഫറെന്റ് ലാംഗ്വേജസും അവർ സ്പീക്ക് ചെയ്യുന്നുണ്ട്. ഒരു ലാംഗ്വേജ് മാത്രമല്ല അവിടെ സ്പീക്ക് ചെയ്യുന്നത്, ഡിഫറെന്റ് ലാംഗ്വേജസിൽ സംസാരിക്കുന്ന പീപ്പിളാണ് ഉള്ളത്. Thus we can call Delhi a mini India. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നമ്മൾ ഡൽഹി എന്ത് വിളിക്കുന്നുണ്ട്? എ മിനി ഇന്ത്യ. ഇന്ത്യയുടെ ഒരു മിനി, അല്ലെ, ചെറിയൊരു ഇന്ത്യ ആയിട്ടാണ് ഡൽഹിയെ പറയുന്നത്. The men wear trousers and shirts. മെൻ എന്താണ് ധരിക്കുന്നത്? ട്രൗസേഴ്സും ഷർട്ട്സും ആണ് മെൻ ധരിക്കുന്നത്.
The women wear salwar, kameez, saris, jeans, skirts and other dresses. Womenോ സൽവാർ, കമീസ്, സാരി, ജീൻസ്, സ്കേർട്ട് അതുപോലെയുള്ള ഒരുപാട് ഡ്രസ്സുകൾ വുമണ് ധരിക്കുന്നുണ്ട്. പീപ്പിൾ ഇൻ ഡൽഹി സെലിബ്രേറ്റ് ഓൾ മേജർ ഫെസ്റ്റിവൽസ്. എന്താ ഹോളി പോലത്തെ ഒരുപാട് മേജർ ഫെസ്റ്റിവൽസ് ഇവിടെ നടത്തുന്നുണ്ട്, ഡൽഹിയിൽ നടത്തുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പോർട്ട്. ഡൽഹി ആസ് വേരിയസ് മീൻസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഡൽഹിയിൽ എന്തുണ്ട്? ഒരുപാട് പൊതു യാത്രാ സൗകര്യങ്ങൾ ഉണ്ട്. കാരണം എല്ലാ ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ പൊതുവായിട്ടുള്ള ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ ഡൽഹിയിൽ ഉണ്ട്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ DTC, the Delhi Transport Corporation DTC operates thousands of buses. Every day lakhs of people travel by the metro. എന്താണ് DTC ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ആയിരക്കണക്കിന് ബസ്സുകളാണ് പീപ്പിളിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ എവറി ഡേ ഓരോ ദിവസം എന്താ ലക്ഷക്കണക്കിന് ആളുകളാണ് മെട്രോയിലും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ട്രാവൽ ചെയ്യുന്നതിൽ അവരുടെ ട്രാൻസ്പോർട്ട് എന്താണ്? ബസ്സും അതുപോലെ തന്നെ മെട്രോ ആണ്. അതിൽ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫാക്ട് വൈസ്. ഇന്ത്യ ഗേറ്റ് വാസ് ഒറിജിനലി നോൺ ആസ് ദ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ സർ എഡ്വിൻ ലൂട്ടിയൻസ്. എന്താണ് ഇന്ത്യ ഗേറ്റ് അല്ലേ? നമ്മൾ എന്താ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കൽ എന്താ ഇന്ത്യന്റെ ഗേറ്റ് എന്നല്ലേ? പക്ഷെ എന്താണ് ഒരു വാറില് ഇന്ത്യ വാറിൽ ഒരുപാട് സോൾഡേഴ്സ് ഒരുപാട് പട്ടാളക്കാരെന്തായി മരണപ്പെട്ടു. അപ്പൊ അവരുടെ മെമ്മോറിയലായിട്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഇന്ത്യ ഗേറ്റ്. ആ ഗേറ്റിൽ എന്താ ഫുൾ അന്ന് മരിച്ച എല്ലാ ആളുകളുടെ പേരുകളും ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ഡൽഹി സിറ്റി, ദെൻ ഡൽഹി ക്ലൈമറ്റ്, ഗവൺമെന്റ്, പീപ്പിൾ, ട്രാൻസ്പോർട്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഡൽഹിയിൽ അല്ലെ നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിലുള്ള ഒരുപാട് വിദേശികളൊക്കെ ഡൽഹിയിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മളെ ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ ഡൽഹി കാണാൻ പോകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഡൽഹി ഇത്രയും കൂടുതൽ ചൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ കൊണ്ടാണ് അല്ലേ? എന്തൊക്കെയാണ് അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് നോക്കാം. There are many monuments to see in Delhi. ഒരുപാട് മോണുമെന്റ്സ് എവിടെ ഉണ്ട്? ഡൽഹിയിൽ ഒരുപാട് മോണുമെന്റ്സ് ഉണ്ട്. The Red Fort and the Jama Masjid were built by ഷാജഹാൻ. ഷാജഹാൻ നിർമ്മിച്ചിട്ടുള്ള റെഡ് ഫോർട്ടും അതുപോലെ ജമാ മസ്ജിദും ഒക്കെ ഡൽഹിയിൽ ഉണ്ട്. On 15th August, the Prime Minister of India hosts the national flag at the Red Fort. ഓഗസ്റ്റ് 15 നമ്മളെ ഇന്ത്യ എന്തായി? ഇൻഡിപെൻഡന്റ് കൺട്രി ആയില്ലേ? നമ്മളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റ് 15 എല്ലാ വർഷവും ഓഗസ്റ്റ് 15 എന്താണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹോയ്സ് ദ നാഷണൽ ഫ്ലാഗ് അറ്റ് ദ റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തും. എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേ അന്ന് നമ്മുടെ ഇന്ത്യന്റെ പ്രൈം മിനിസ്റ്റർ ഇവിടെ റെഡ് ഫോർട്ടിൽ നാഷണൽ ഫ്ലാഗ് ഉയർത്താറുണ്ട്. ഇപ്പൊ റെഡ് ഫോർട്ടും അതുപോലെ ജുമാ മസ്ജിദും ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഷാജഹാൻ. അതർ ഇൻട്രസ്റ്റിംഗ് പ്ലേസസ് ടു വിസിറ്റ് ഓർ രാജ്ഘട്ട്, സമാധി ഓഫ് മഹാത്മാഗാന്ധി. അതുപോലെ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട് ഡൽഹിയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അതിലൊന്നാണ് രാജ്ഘട്ട്. രാജ്ഘട്ട് എന്താ? സമാധി ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ അടക്കം ചെയ്ത സ്ഥലം, സമാധി ചെയ്തിട്ടുള്ള സ്ഥലമാണ് രാജ്ഘട്ട്. ദെൻ ജനതാർ മന്ദിർ, ഇന്ത്യ ഗേറ്റ്, ഹുമയൂൺസ് ടോംബ്, കുത്തബ് മിനാർ, ലോധി ഗാർഡൻ, ലോട്ടസ് ടെമ്പിൾ, അക്ഷർഡാം ടെമ്പിൾ ആൻഡ് ദില്ലി ഹാറ്റ്. ചാന്ദിനി ചോക്ക് ഈസ് എ ഫേമസ് ആൻഡ് ബിസി മാർക്കറ്റ് ഈസ് ഹെർ. അപ്പൊ എന്താ? അതുപോലെ രാജ്ഘട്ട് പോലത്തെ, അതുപോലെ റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ്, രാജ്ഘട്ട് പോലെ ഒരുപാട് പ്ലേസസ്
ഉണ്ട്. ഏതൊക്കെ? ജനതർ മന്ദിർ, ഇന്ത്യ ഗേറ്റ്, ഹുമയൂൺസ് ടോംബ്, കുത്തബ് മിനാർ, ലോധി ഗാർഡൻ, ലോട്ടസ് ടെമ്പിൾ, അക്ഷർഡാം ടെമ്പിൾ ആൻഡ് ദില്ലി ഹൈറ്റ്. ചാന്ദിനി ചൗക്ക് ഈസ് എ ഫേമസ് ആൻഡ് ബിസി മാർക്കറ്റ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും ബിസി ആയിട്ടുള്ള മാർക്കറ്റാണ് ചാന്ദിനി ചൗക്ക്. അപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് കുത്തബ് മിനാർ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരുപാട് മോണുമെന്റ്സും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഇത്രയും ടൂറിസ്റ്റ് പ്ലേസസും ഉള്ളതുകൊണ്ടാണ് ഡൽഹി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പൊ എന്തൊക്കെയാണുള്ളത്? റെഡ് ഫോർട്ട്, ജുമാ മസ്ജിദ്, രാജ്ഘട്ട്, ജനതാ മന്ദിർ, ഇന്ത്യ ഗേറ്റ്, ഹുമയൂൺസ് ടോംബ്, കുത്തബ് മിനാർ, ലോധി ഗാർഡൻസ്, ലോട്ടസ് ടെമ്പിൾ, അക്ഷർധാം ടെമ്പിൾ ആൻഡ് ദില്ലി ഹൈറ്റ്. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് ഏതാ? ചാന്ദിനി ചൗക്ക്. അപ്പൊ ടുഡേ വി വിൽ ഡിസ്കസ് എ സ്മോൾ ടോപ്പിക്. ഫസ്റ്റ് ബിഗ് സിറ്റീസ് ഇൻ ഇന്ത്യയിലുള്ള ഫസ്റ്റ് സിറ്റി ആയിട്ടുള്ള ഡൽഹിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഡൽഹി സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് റിവറിന്റെ തീരത്താണ്? ബാങ്ക്സ് ഓഫ് റിവർ യമുന നദിയുടെ തീരത്താണ്. ദെൻ ഡൽഹിയുടെ നെയിം എന്താ? നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി. ദെൻ അവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞു. എന്താ? സമ്മർ സീസണിൽ വെരി ഹോട്ടും അതുപോലെ വിന്റർ സീസണിൽ നല്ല കോൾഡും ആയിരിക്കും. ഇതെന്താ? നല്ല ഹോട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള വിൻഡുകൾ അവിടെ കാറ്റുകൾ അവിടെ ഉണ്ടാവലുണ്ട്. അതിന്റെ നെയിമാണ് ലൂ. ഇത് നമ്മൾ അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു. നമ്മുടെ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് അല്ലെ. അതുപോലെ മറ്റു കൺട്രീസിന്റെ ഓഫീസുകളൊക്കെ ഡൽഹിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെന്ത് വിളിക്കും? എംബസീസ് ഓർ ഹൈ കമ്മീഷൻസ് എന്ന് വിളിക്കും. ദെൻ ഡൽഹിയിലെ പീപ്പിൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഡൽഹി എന്താണ്? ഡൽഹിയെ മിനി ഇന്ത്യ ആയിട്ട് ഡൽഹിയെ പറയുന്നുണ്ട്. ട്രാൻസ്പോർട്ട് പറഞ്ഞു. ഒരു തൗസൻഡ്സ് ഓഫ് ബസ്സസും അതുപോലെ മെട്രോ ഒക്കെ ഡൽഹിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്? മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. Okay, bye. See you again.